Hi all! Hi! Welcome to Chokramudi! ഇന്ന് നമ്മുടെ ഒരു ട്രക്കിങ്ങിന് വന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ മൂന്നാറിന് അടുത്താണുള്ളത്. ചൊക്രാമുടി എന്ന് പറഞ്ഞൊരു ഹില്ലുണ്ട്. അപ്പം അത് കയറാൻ വേണ്ടി വന്നിരിക്കുക. അപ്പോൾ ചൊക്രാമുടി ട്രക്കിങ്ങിൻ്റെ വിശേഷങ്ങളുമായിട്ടുള്ള ഒരു വീഡിയോ കാണാം. ഇതാ ആ കാണുന്നതാണ് ചൊക്രാമുടി. അത് നമുക്ക് കയറണം. അപ്പോൾ കണ്ടോ, സൺറൈസ് ഏകദേശം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയതുകൊണ്ട് നമ്മൾ ചൊക്രാമുടി ട്രക്കിങ്ങിൻ്റെ ഉള്ള. അപ്പോൾ അവിടെ നിന്നുള്ള ഈ എൻട്രി പോയിൻ്റാണ്. ഇവിടുത്തെ ഈ കണ്ട ചെക്ക് പോസ്റ്റിൽ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ മുകളിലേക്ക് കയറണം ഇതുവഴി. നമ്മൾ നടന്ന് കുറച്ച് മുകളിലെത്തി. സ്റ്റീപ്പ് കയറ്റാണ്. ഫുള്ള് താഴെ ക്ലൗഡ് ബെഡാണ്. ഇപ്പം നമ്മൾ ട്രക്ക് കയറി കുറച്ച് മുകളിലെത്തി. സ്റ്റീപ്പ് കയറ്റുണ്ട്. ഇത് കയറിയിട്ട് മുകളിലേക്ക് നമ്മൾ പോകണം. അപ്പം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ അങ്ങ് കാണുന്ന ആ മല പോകണം. ആ മലയും കഴിഞ്ഞിട്ട് അപ്പുറം വേറൊരു മലയുണ്ട്. ആ മലയും കൂടി നമുക്ക് കയറണം. നടന്ന് ഒരു മലയുടെ മുകളിലെത്തി. ഇതാണ് കുരിശുമല. നമ്മൾ ആദ്യത്തെ ഒരു സ്ട്രെച്ച് കയറിയിട്ട് നമ്മൾ മുകളിലെത്തിയിട്ട് ഒന്ന് വിശ്രമിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണിത്. ഇവിടുന്ന് ഇനി നമ്മൾ ഇതാ അങ്ങ് വരെ കയറണം. അത് കഴിഞ്ഞിട്ട് വേറൊരു മലയുണ്ട്, അതും കൂടി കയറാനുണ്ട്. ആ കാണുന്ന പീക്കിൻ്റെ മുകളിലൊക്കെ കയറേണ്ട കുത്തനെയുള്ള കയറ്റാണ് തോന്നുന്നുണ്ട്. എന്തായാലും നോക്കാം. അതുകൊണ്ട് അങ്ങ് കുറേ ഡാമുകൾ നമുക്ക് കാണാം ഇവിടുന്ന്, ഈ കുരിശുമലയുടെ മുകളിൽ നിന്ന്. ഇതുണ്ട്, ഇത് ഒരു ഡാമാണ്. അതിൻ്റെ മുകളിൽ നമുക്ക് ഇടുക്കി ഡാം കാണാം. അങ്ങ് ആ കാണുന്നതാണ് ഇടുക്കി ഡാം. പിന്നെ ഈ ഏരിയ ഒക്കെ കുമിളി ആ ഏരിയ ഒക്കെയാണ്. പിന്നെ ഈ കാണുന്നതൊക്കെ രാജാക്കാടിൻ്റെ ഏരിയ ആണ്. പിന്നെ ഈ അങ്ങ് കാണുന്നില്ലേ, ഇതാണ് ആനയിറങ്കൽ ഡാം. അതിൻ്റെ അപ്പുറം തമിഴ്നാടാണ്. നമ്മളിപ്പം നടന്ന് പോവുകയാണ്. ഒരു 4 മണി ആകുമ്പോൾ നമ്മൾ അവിടെ സ്റ്റേന്ന് ഇറങ്ങി. ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഇവിടെ എത്തി, ഫോറസ്റ്റ് ഓഫീസിൻ്റെ അവിടെ എത്തി. എന്നിട്ട് അവിടെ നിന്ന് നമ്മളൊക്കെ ഒരു ടിക്കറ്റ് എടുക്കണം. ഒരു 400 രൂപയൊക്കെ ആവും ഒരു ടിക്കറ്റിന്. അപ്പം ടിക്കറ്റും എടുത്തിട്ട് നമ്മളെ ഒപ്പരം 1-2 വാച്ചേഴ്സ് ഉണ്ടാവും, ഫോറസ്റ്റ് വാച്ചേഴ്സ്. അവരൊരുമിച്ചിട്ട് നമ്മളിങ്ങനെ ട്രക്ക് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകണം. അപ്പം ചൊക്രാമുടി പീക്കിലേക്ക് ഒരു 7 മണിക്കൂറല്ല 7-8 കിലോമീറ്റർ നമ്മൾ ട്രക്ക് ചെയ്യാനുണ്ട്. അപ്പം ട്രക്ക് ചെയ്തിട്ട് മുകളിലെത്തിക്കഴിഞ്ഞാൽ നല്ല വ്യൂ ആണെന്നാണ് കേട്ടിരിക്കണേ. അപ്പോൾ അതിൻ്റെ നല്ല കാഴ്ചകളൊക്കെ കിട്ടുന്നതാണ് വിചാരിക്കണേ. എന്തായാലും നോക്കാം. ഒരാളെ പൊക്കത്തിലുള്ള കാടുകളുണ്ട്, അതിൻ്റെ നടുക്കൂട്ട് നമ്മൾ പോകണം. ആ കാട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൊക്രാമുടി പീക്കിൻ്റെ ബ്യൂട്ടിഫുൾ വ്യൂ. ഇതാണ് ആ വ്യൂ. ഇവിടെ ഒരു മരം പൊട്ടി വീണിട്ടുണ്ട്. അപ്പം മണങ്ങിയിട്ട് പോകണം. കണ്ടോ, ചുറ്റും കാടാണ്. വളരെ സൂക്ഷിച്ച് വരണം ട്രക്ക് ചെയ്യുന്നവർ. കണ്ടോ, ഫുള്ള് കാട് വളർന്നിരിക്കുക. ബ്യൂട്ടിഫുൾ ആണ് ആക്ച്വലി. ഇതൊക്കെ കഴിഞ്ഞ് കുറച്ചപ്പോഴത്തെ നല്ല വ്യൂ കിട്ടും.
ആണോ? ഉണ്ടോ? ഹൈറ്റ് ഇല്ലാത്തവർക്ക് ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറഞ്ഞത്. കണ്ണിലേക്ക് കൊള്ളും. ശ്രദ്ധിക്കണം വരുന്നവർ. നമ്മളെത്തിയപ്പോൾ ഇവിടെ ചെറിയൊരു സ്ഥലം, കാടൊന്നും ഇല്ലാതൊരു സ്ഥലമുണ്ട്. പിന്നെ ആദ്യം കാട് തുടങ്ങി, അതിൻ്റെ ഇടയ്ക്കൂടെ സൺറൈസ് വരുന്ന ഭയങ്കര രസമുണ്ട് ആക്ച്വലി. ഇതുകൊണ്ട് നമ്മൾ വരുമ്പോൾ ഒരു വരയാട് ഇവിടെ നോക്കിയാൽ നോക്കിയല്ലേ. കയറി കുറേ മുകളിലെത്തി. ഇനി കുറച്ചും കൂടി കയറാനുണ്ട്. ഈ കാണുന്ന മല കണ്ടോ, അങ്ങ് അത് മൊത്തം കയറണം. അപ്പോൾ നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കയറുമ്പോൾ കണ്ട വേറൊരു കാഴ്ച ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അധികം ആരും കാണാത്ത അല്ലെങ്കിൽ പറഞ്ഞ് കേട്ടിട്ടുള്ള നീലക്കുറിഞ്ഞിൻ്റെ ചെടി ഞാൻ കാണിച്ചു തരാം. ഇവിടെ കുറേ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ വളർന്നിട്ടുണ്ട് കണ്ടോ. ഇതൊക്കെ നീലക്കുറിഞ്ഞിയുടെ പൂക്കളാണ്. പൂക്കളല്ല, സോറി, ചെടിയാണ്. ഇതൊക്കെ പൂക്കും. 12 കൊല്ലത്തിലൊരിക്കലാണ് ഇത് പൂക്കുക, നീലക്കുറിഞ്ഞി. അപ്പോൾ നീലക്കുറിഞ്ഞിയൊക്കെ പൂത്ത സമയം ഇതൊക്കെ ഭയങ്കര രസമായിരിക്കും ആക്ച്വലി. ഈ മല മൊത്തം നീലക്കുറിഞ്ഞിയായിട്ട് നിറഞ്ഞിരിക്കും. അന്നേരം ഭയങ്കര ആൾക്കാരൊക്കെ വരുന്ന സമയമാണ്. അപ്പം ആ ടൈമിൽ ട്രക്കിങ്ങൊക്കെ കണ്ടക്ട് ചെയ്യുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത് ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞിരിക്കണേ. ഇനിയിപ്പോൾ 2025 തോന്നുന്നുണ്ട് പൂക്കണേ. കാഴ്ച കാണിച്ചു തരാം. ഇങ്ങനെ നിൽക്കണ ഇത് കണ്ടോ, ആ മരം പോലെ, ആ സാധനമാണ് റോഡോഡെൻഡ്രോൺ. നമ്മളെ ഹിമാചൽ പ്രദേശിലൊക്കെ കാണുന്ന ഒരു മരമാണ്. അതിൻ്റെ പൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചുവന്ന നിറത്തിലാണ് കാണുക. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പൂവാണ് അതിൻ്റെ മരമാണ്. ഇവിടെ മീശപ്പുലി മലയിൽ ഇവിടെയൊക്കെ കാണാം ഇതിനെ. അത് കഴിഞ്ഞാൽ പിന്നെ ഹിമാലയൻ റേഞ്ചിലാണ് കാണുക. അപ്പോൾ അങ്ങനെയുള്ളൊരു മരമാണത്. അപ്പോൾ അത്രയും പാരിസ്ഥിതികമായിട്ട് ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു സ്ഥലമാണ് ചൊക്രാമുടി, മീശപ്പുലി മലയൊക്കെ. അപ്പോൾ അത് വരുന്നവർ, ട്രക്കിങ്ങിന് വരുന്നവർ അതേപോലെ തന്നെ വൃത്തികേടാക്കാതെ പ്ലാസ്റ്റിക് ഒന്നും ഇടാതെ നേച്ചറിനെ ടേക്ക് കെയർ ചെയ്തിട്ട് കൊണ്ടുപോകണം. കണ്ടോ, ഇത് കുത്തനെയുള്ള കയറ്റാണ്. നമ്മളിപ്പോൾ എത്താറായി. ആ മലയുടെ മുകളിലെത്തണം. നമ്മൾ നടന്നു വന്നപ്പോൾ കണ്ടോ, നേരത്തെ പറഞ്ഞ റോഡോഡെൻഡ്രോണാണ് മരമാണ് ഇത്. ഇവിടെയൊക്കെ ഉണ്ട്. ഇതാ ഇവിടെയുണ്ട്, ഇവിടെ ഒന്നുണ്ട് കണ്ടോ. അതിലൊരു പൂ പൂത്തിട്ടുണ്ട്. സാധാരണ കുറച്ചും കൂടി മാസം കഴിഞ്ഞാലാണ് പൂക്കുക. അപ്പോൾ ഇതിൽ കാണാം പൂത്തിട്ട് റോഡോഡെൻഡ്രോൺ. ഇത് ഭയങ്കര പ്രഷ്യസായ പുഷ്പമാണ് ഹിമാലയൻ സൈഡിലൊക്കെ. നല്ല ഹൈറ്റിൽ മാത്രമേ ഈ ചെടി ഉണ്ടാവുള്ളൂ. അത് പൂത്തിട്ട് കാണാൻ പറ്റിയ തന്നെ ഒരു ഭാഗ്യമാണ് ആക്ച്വലി. ഇതുണ്ട്, ഫുള്ള് ക്ലൗഡ് ബെഡാണ് ഇവിടെ. മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. എനിക്ക് നമ്മൾ താഴെ വന്ന ഗ്യാപ്പ് റോഡൊക്കെയാണ് താഴെയുള്ളത്. അതിൻ്റെ മുകളിലൊക്കെ ക്ലൗഡ് ബെഡ് വന്ന് കിടക്കുകയാണ്. ഇങ്ങ് കാണാം ഇവിടെ റോഡ്. നമ്മുടെ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡോഡെൻഡ്രോണും ക്ലൗഡ് ബെഡും എല്ലാം കണ്ട് മുകളിലേക്ക് നടക്കുകയാണ്. ഏകദേശം നമ്മൾ എത്താറായി. കാണുന്നില്ലേ പുറകിൽ എന്ത് ബ്യൂട്ടിഫുള്ളാണ് അറിയോ, ഫുള്ള് ക്ലൗഡ് ബെഡാണ്. അപ്പം ഇനി നമുക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ ടോപ്പിലെത്തും. അപ്പോൾ നമ്മൾ ടോപ്പിലേക്ക് ഇങ്ങനെ നടക്കുകയാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ നടന്ന് മുകളിലെത്തി. ആ കാണുന്നതാണ് പീക്കിൻ്റെ മുകളിൽ. ഇപ്പോൾ നമ്മൾ വന്ന് അങ്ങ് കാണാം. നമ്മൾ വന്ന ആ പീക്ക് അതാണ് അങ്ങ് കണ്ട കുരിശുമല. അതിൻ്റെ മുകളിലൊക്കെ ഇപ്പോൾ കോടയും മേഘങ്ങളൊക്കെ വന്ന് മൂടുന്നുണ്ട്. കണ്ടോ, മേഘം ഇങ്ങനെ പൊന്തി വരുന്നുണ്ടോ ആകാശത്തേക്ക്. രാവിലെ താഴ്വാരത്തിലായിരിക്കും മേഘങ്ങൾ താഴ്ന്ന് കിടക്കുമായിരിക്കും. അത് സൂര്യോദയം കഴിയുമ്പോൾ പിന്നെ പൊന്തി വരും. അതിൻ്റെ ബ്യൂട്ടിഫുൾ വ്യൂ ആണ് ഈ കാണുന്നത്. കയറി മലയുടെ മുകളിലെത്തി. ഇനി ആ കാണുന്ന മലയുടെ മുകളിലേക്ക് പോകണം. അതാണ് ഏറ്റവും ടോപ്പ്. ആക്ച്വലി ഞാൻ വിചാരിച്ചത് ഈ കയറി വന്ന മലയാണ് ടോപ്പ് എന്നാണ്. അതല്ല, കുറച്ചും കൂടി പോകണം. ആ മലയുടെ മുകളിൽ
എത്തണം. നമ്മളെ ഫ്രണ്ട് അഖില് മോളെ കൊണ്ട് ആദ്യത്തെ ട്രക്കിന് വന്നിരിക്കുക. പാവം തളർന്നുറങ്ങി. ഇപ്പോൾ വേറെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് മുകളിൽ. അവരൊക്കെ വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്ത് അവിടെ ഇരിക്കുന്നുണ്ട്. ഇതുണ്ടോ, ഇതാണ് അതിൻ്റെ എൻഡ് പോയിന്റ്. അവിടത്തേക്ക് നമ്മൾ പോവാണ്, ചൊക്രാമുടിയുടെ. അതുകൊണ്ട് ഇവിടെ കുറച്ച് സ്റ്റീപ്പായിട്ടുള്ള ഇറക്കങ്ങളുണ്ട്. ഭയങ്കര സൂക്ഷിച്ചിട്ട് ഇറങ്ങണം ആൾക്കാർ. കണ്ടോ, ഇത് ഈ വഴിയിലൂടെ പോയി അങ്ങെത്തണം. ചക്രമുടിയിൽ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കയറ്റം ഇത്. ലാസ്റ്റ് പാറയുള്ള ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള കയറ്റമാണ് ആക്ച്വലി. ഹായ്, അപ്പം നമ്മൾ സബ്മിറ്റിലെത്തിയിരിക്കുകയാണ്. ഇതാണ്ടോ വ്യൂ, ഫുൾ അടിപൊളി വ്യൂ ആണ് പുറകിൽ. അവിടെ ആദ്യത്തെ ട്രക്കാണ് സമാബുദ്ധ, അവളുടെ പേരാണ്. ഇത് നമ്മളെ ഫ്രണ്ട് അഖില്, ഇത് അഞ്ചു, ഇത് പിന്നെ നമ്മളെ സ്വന്തം ആട് ദൃശ്യ. അവൾ ആദ്യമായിട്ട് ഒരു ട്രക്കിന് വന്നിരിക്കുക. അപ്പോൾ നമ്മൾ ചൊക്രാമുടിയുടെ പീക്കിലെത്തി. നമ്മൾ താഴേക്ക് ഇറങ്ങണം. ഇതിൻ്റെ മുകളിലെ വ്യൂ അടിപൊളി വ്യൂ ആണ്. കുറേ ക്ലൗഡ് ബെഡും താഴെയുള്ള മൂന്നാർ ടൗണ്, അങ്ങ് കാണുന്നതാണ് മൂന്നാർ ടൗൺ. അവിടെ ആനമുടിയുടെ വ്യൂ ഇതൊക്കെ കിട്ടും. അതിൽ കാണുന്ന ഒരു ഹയസ്റ്റ് പീക്ക് ആനമുടിയാണ്. ആ കാണുന്ന ആ ടോപ്പ് കിടക്കുന്ന പീക്ക്. അപ്പുറം അടിമാലിയൊക്കെ കാണാൻ പറ്റും. പക്ഷെ അതൊക്കെ ഇപ്പോൾ ക്ലൗഡ് മൂടി കിടക്കുകയാണ്. അപ്പം അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് ഇതിൻ്റെ മുകളിൽ. കുറച്ച് ഡിഫിക്കൽട്ടി എന്ന് പറയാം, മോഡറേറ്റിന് മുകളിലാണ് ട്രക്ക്. അപ്പം വരുന്നവരൊക്കെ പ്രിപ്പയർ ആയിട്ട് വരിക, കാരണം സ്റ്റീപ്പായിട്ടുള്ള കയറ്റങ്ങളുണ്ട്, പാറയുണ്ട്. അപ്പം മഴക്കാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ തെന്നും. അതിനുള്ള പ്രോപ്പർ ഗിയേഴ്സ് എടുത്തിട്ട് വരുന്നതായിരിക്കും നല്ലത്. ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞു, തിരിച്ചിറങ്ങാണ്. അപ്പം ഇനിയൊരു 1 മണിക്കൂർ താഴേക്ക് നടക്കേണ്ടി വരും. മൊത്തത്തിലൊരു 8 കിലോമീറ്ററോളം ഉണ്ട് ട്രക്ക്. ഇതുകൊണ്ട് അങ്ങ് ആ മലയാണ് നമ്മൾ കയറി കഴിഞ്ഞത്. കയറി വന്നപ്പോൾ കോടയുണ്ടായ സ്ഥലമാണ്. റോഡൊക്കെ ഇപ്പം ദൂരെ കാണാം, അങ്ങ് മോളുന്ന്. അവിടെ കുറച്ച് നമ്മൾ സ്പെൻഡ് ചെയ്തു, ഒരു മണിക്കൂറോളം ടോപ്പിൽ സ്പെൻഡ് ചെയ്തു. വ്യൂ ഒക്കെ ആസ്വദിച്ച്, നല്ല തണുപ്പൊക്കെ ആയിരുന്നു. അപ്പോൾ തണുപ്പൊക്കെ ആസ്വദിച്ച് അവിടെ ഇരുന്നു കുറച്ച് സമയം. കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് തിരിച്ചിറങ്ങിയിരിക്കുകയാണ്. കാടാണ്. ഇനി കുറച്ച് ദൂരം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ കുരിശുമലയിലെത്തും. അപ്പം നമ്മൾ നടന്ന് ഇങ്ങനെ കുരിശുമലയിലെത്തി. തിരിച്ച് കുറേ ഇറങ്ങാനുണ്ട്. ഈ വഴിയൊക്കെ നമുക്ക് ഇറങ്ങണം. അപ്പോൾ ഇവിടെ വേറൊരു ബ്യൂട്ടിഫുൾ കാഴ്ചയുണ്ട്, അത് ഞാൻ കാണിച്ചു തരാവേ.
അപ്പോൾ ഇപ്പം നല്ല ക്ലിയറായി എല്ലാ വാലിയുടെ വ്യൂ ഒക്കെ. ഇപ്പോഴും കുറച്ച് ആൾക്കാരൊക്കെ ട്രക്ക് ചെയ്ത് വരുന്നുണ്ട്. അതുകൊണ്ടോ കുറേ തേനീച്ച പോലെ, തേനീച്ചയാണോ കടന്നലാന്ന് അറിയില്ല. ഓക്കെ, കുറേ എണ്ണം വരുന്നുണ്ട്. ഇതാണ് ആ മണ്ണിട്ട വഴി. കുറച്ച് ഇറക്കാണ്, താഴെ നമുക്ക് റോഡൊക്കെ കാണാം. അതാണ് ഗ്യാപ്പ് റോഡ് മൂന്നാറിലെ. നമ്മൾ ഇത് ഇറങ്ങിയിട്ട് കുറച്ചും കൂടി നമ്മൾ മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഫോറസ്റ്റ് ഓഫീസ് കിട്ടും. അപ്പോൾ നമ്മൾ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞു, താഴെ എത്തി. അപ്പോൾ അവിടെ നിന്നുള്ള വ്യൂ ആണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ദൃശ്യ ട്രക്ക്? അടിപൊളി, ഭയങ്കര നല്ല ട്രക്ക്. കുറച്ചൊരു മോഡറേറ്റ് എബവ് ആണ് കുറച്ച് സ്ഥലങ്ങൾ. ആദ്യത്തെ കുരിശുപാറ അല്ല, എന്താണ് കുരിശുപാറയല്ലേ, കുരിശുപാറ വരെ കയറാൻ നോർമലാണ്, കുഴപ്പമില്ല, കയറാം. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ മുകളിൽ കയറാൻ കുറച്ചൊരു എബവ് മോഡറേറ്റ് എന്ന് പറയാം. എന്നാലും ഭയങ്കര അതിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ ഭയങ്കര രസമാണ്. ഇടുക്കി ഡാം, പൊന്മുടി ഡാം, ആനയിറങ്കൽ ഡാം, കുറേ ഡാം കാണാൻ പറ്റും. പിന്നെ ഫുള്ള് മറ്റേ മീശപ്പുലിമല, കൊളുക്കുമല, ആനമുടി എല്ലാം കാണാം. അപ്പോൾ ഇങ്ങനെ കുറേ പീക്കുകൾ കാണാൻ പറ്റും, കുറേ ഡാമുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഈ ട്രക്കിൽ. അപ്പോൾ ഭയങ്കര രസമാണ്. അപ്പോൾ വ്യൂ ഉള്ള, അതായത് ഡിസംബറാണ് ഇപ്പം നമ്മൾ വന്നത്. അപ്പം ആ ഒരു ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ കാണാൻ പറ്റും. ക്ലൗഡ് ബെഡ് കിട്ടും. നമ്മൾ രാവിലെ വന്നപ്പോൾ ഫുള്ള് ക്ലൗഡ് ബെഡ് ആയിരുന്നു. അതെ, ഭയങ്കര. അത് പോയി കോട വന്നു, ഇപ്പൊ ഫുള്ള് ക്ലിയർ ആയി. ഇപ്പൊ ഇവിടെ ഫുള്ള് നമുക്ക് ആ ഗ്യാപ്പ് റോഡും എല്ലാം കാണാം. ഇപ്പം നമ്മൾ കാണുന്നില്ലേ ഈ തേയിലത്തോട്ടങ്ങൾ, ഇതൊക്കെ കാണാൻ പറ്റും നമുക്ക്. അപ്പം അങ്ങനെയുള്ള ഒരു നല്ല ട്രക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. ബൈ. ഇതുണ്ട് ഇവിടുത്തെ ഇൻസ്ട്രക്ഷൻസ് ആണ്. സോ ഇതൊക്കെ പാലിക്കുക ട്രക്കിങ്ങിന് വരുന്നവർ.